നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകുക. ഹോട്ടലിൽ അതിക്രമം കാട്ടിയതിന് പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പൾസർ സുനിയുടെ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്ന് കാണിച്ച് ജാമ്യം റദ്ദാക്കാനുള്ള നീക്കമാണോ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്നത്? ഹോട്ടലിൽ അതിക്രമം കാട്ടിയതിന് പൾസർ സുനിയെ കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെയാണല്ലോ ഈ നീക്കം. എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രി 8:30 കൂടിയാണ് സംഭവം. കുറുപ്പുംപടിയിലുള്ള ഒരു ഹോട്ടലിലാണ് പൾസർ സുനി ഭക്ഷണം കഴിക്കുന്നതിനെത്തി. തുടർന്ന് ഈ ഓർഡർ വൈകിയ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന സപ്ലയർമാരോട് കയർക്കുകയും പിന്നീട് ആ ഹോട്ടലിലെ ചില്ലടിച്ച് തകർക്കുകയാണ് ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹോട്ടൽ ജീവനക്കാരുടെ പരാതിയിൽ പൾസർ സുനിക്കെതിരെ കേസെടുത്തത്. കേസെടുത്ത അല്പസമയത്തിനകം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൾസർ സുനിയെ കുറുപ്പുംപടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിൽ ഇതിനകത്താണ്, ഈ പോലീസ് സ്റ്റേഷനകത്താണ് പൾസർ സുനി ഉള്ളത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ നിലവിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത്, ഇയാൾ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ റിപ്പോർട്ടൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് വിടുക. ഇതിനിടയിലാണ് പ്രോസിക്യൂഷൻ, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് സുപ്രീം കോടതി നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായി പൾസർ സുനിക്ക് ജാമ്യം നൽകിയത്. കർശന ഉപാധികളോടുകൂടിയായിരുന്നു ആ ജാമ്യം നൽകിയത്. ചില നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു. മറ്റു കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെടരുത് എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ്. പക്ഷേ അത് നിലവിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇയാളൊരു ഹാബിച്വൽ ഒഫൻസർ എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് കുറുപ്പുംപടി പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രോസിക്യൂഷൻ ഈ പൾസർ സുനിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുക. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ കേസിൽ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുമെങ്കിലും നടിയെ ആക്രമിച്ച കേസിൽ ഒരുപക്ഷെ ജാമ്യം റദ്ദാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഗോപി, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.